മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ മുറിവേറ്റ ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്നൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോകുകയാണ്. കുടുംബങ്ങളിൽ സമാധാനം വേണോ? വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം വേണോ? രോഗികൾക്ക് സൗഖ്യം വേണോ? അജ്ഞാത രോഗങ്ങൾ വിട്ടുപോകണമോ? ഒരു ആത്മീയമായിരിക്കുന്ന ഒരു മർമ്മം പൗലോസ്ലിഹ ഇതാ വെളിപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 13-7 സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. മകളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് സ്നേഹം. സ്നേഹത്തോളം ശക്തമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല. കാരണം സ്നേഹം ദൈവമാണ്. പലർക്കും സ്നേഹിക്കാൻ ഭയമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേദനിക്കാൻ തുടങ്ങുക എന്നാണ് അർത്ഥം. തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും പകരം വീട്ടാൻ സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ദൈവസ്നേഹം നിറയുന്നതുകൊണ്ട്, ജീവിതം നന്മ കൊണ്ട് നിറയുന്നതുകൊണ്ട് അപ്രകാരം ചെയ്യാൻ സാധിക്കുന്നില്ല. സ്നേഹം സകലത്തെയും അതിജീവിക്കാനുള്ള ഒരു പവറാണ്. നാം എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അത്രയ്ക്കും പിശാച് നമ്മെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹം നാളേക്കോ മറ്റന്നാളത്തേക്കോ മറ്റൊരു സമയത്തേക്കോ മാറ്റിവെക്കരുത്. സ്നേഹത്തിൻ്റെ വരവും ചിലവും കൂട്ടി നോക്കി സമയം നമ്മൾ ആരും പാഴാക്കരുത്. സ്നേഹം വലിയൊരു സമ്പത്താണ്. വിലയിടാനാവാത്ത നിധിയാണത്. നല്ല സുഹൃത്തായിരിക്കുക, അതാണ് സ്നേഹത്തിൻ്റെ ആദ്യത്തെ പടി. സ്നേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ, പ്രശ്നഘട്ടങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ നിനക്കൊരു നല്ല സുഹൃത്ത് ഇന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു സുഹൃത്ത് ഇന്നുണ്ടോ? ഓരോ നല്ല സുഹൃത്തും ദൈവം നൽകുന്ന സമ്മാനമാണ്. അതിനെ നിധി പോലെ കാത്തു സൂക്ഷിക്കുക, അവരെ വിശ്വസിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. എൻ്റെ വിദ്യാർത്ഥി മക്കളെ, വിജയത്തിൻ്റെ ഒരു രഹസ്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, 1 മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, 2 ഗുരുഭൂതരെ സ്നേഹിക്കുക, 3 വൈദികരെ സ്നേഹിക്കുക, 4 നല്ല സുഹൃത്തുക്കളെ സ്നേഹിക്കുക, 5 വചനത്തെ സ്നേഹിക്കുക, 6 അൾത്താരയെ സ്നേഹിക്കുക, 7 ക്രൂശിതനെ സ്നേഹിക്കുക. മകളെ, സ്നേഹം സകലതിനെയും അതിജീവിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ഈ സ്നേഹം നമുക്ക് സ്വന്തമാക്കി തീർക്കാം. യേശുവിനോട് ചേർന്ന് നിന്നതുകൊണ്ട് സ്നേഹത്തെ നമുക്ക് സ്വന്തമാക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാവരും സ്നേഹത്തിൻ്റെ കതിരുകളായി മാറട്ടെ. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ പ്രകാശങ്ങളായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.